ഈസി ആയിട്ട് ഒരു വെറൈറ്റി ബീഫ് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം കാണാം. ആദ്യം വേണ്ടത് പൊട്ടാറ്റോ ആണ്. അത് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മെയിൻ ഐറ്റം ബീഫും വേണം. ബീഫ് വേവിച്ച് മിക്സർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് വെജീസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒനിയൻ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, ക്യാരറ്റ്, അതുപോലെ വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് റസ്ക് പൊടിച്ചതല്ല, ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് എടുത്ത പോലെ തന്നെ ഏതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്യണ്ടെന്നാണെങ്കിൽ ആഡ് ചെയ്യണ്ട. ഞങ്ങൾക്ക് ക്യാരറ്റും കൂടെ ഇടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റും കൂടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓനിയൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ സോട്ട് ചെയ്യുക. പെട്ടെന്ന് സോട്ടായി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് അത് സോട്ടായി കിട്ടിക്കോളും. അങ്ങനെ ഒനിയൻ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് സോട്ടായിട്ട് കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചമുളക് കുറച്ച് ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ണികളുള്ളതുകൊണ്ട് അവർക്ക് ഇത് കടിക്കുമ്പോൾ അത്ര ഇതില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ടിട്ടുള്ളൊരു പേരിന് ഞങ്ങൾ മുളക് പൊടിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ അങ്ങനെ ഇടാം. പിന്നെ വേപ്പിൻ്റെ എല്ലാം ഇട്ടിട്ട് അപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും. അതിനുശേഷം നമ്മൾ ക്യാരറ്റും കൂടെ ഇടാം. ക്യാരറ്റ് വേവാൻ ടൈം എടുക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റാണ്, അല്ലാതെ നമ്മൾ ഇങ്ങനെ നുറുക്കിയിട്ടിരിക്കുന്നതല്ല. അപ്പോൾ ക്യാരറ്റും കൂടെ ഇങ്ങനെ ആക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അതിനുശേഷം ഇതിലെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട വെച്ചിട്ടല്ല ഈ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്നത്. നമ്മൾ മൈദ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മൈദ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ കട്ട കെട്ടാതെ ഇളക്കി ഒരു ബാറ്ററാക്കി എടുക്കുക. ഈ ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്ന ടൈം കൊണ്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ല രീതിയിൽ കൈയെടുക്കാതെ അതിങ്ങനെ ഇളക്കിക്കൊണ്ടെടുക്കുക. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം സോട്ടായി കഴിഞ്ഞാൽ ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. അതിട്ടതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കരിയും. അതിന് ശേഷം പിന്നെ മുളക് പൊടിയാണ് നമ്മളിടുന്നത്. ഇപ്പോൾ തീ സിമ്മിൽ വെച്ചതിന് ശേഷം മുളക് പൊടി ഇടുക. എന്നിട്ട് അതും നല്ല രീതിയിൽ എല്ലായിടത്തേക്കും ആവുന്ന പോലെ സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെജിറ്റബിൾസൊക്കെ സോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടി, അതായത് ഗരം മസാലപ്പൊടിയും കൂടി കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ഇനിയുള്ള പരിപാടികൾ മൊത്തം ഇത് ചൂടാറി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ടൈമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബീഫ് നമ്മൾ വേവിച്ച് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കണം. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഈ ബീഫിനെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ മൊരിയിച്ച് അങ്ങനെ എടുക്കണം, എന്നാലാണ് കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ബീഫും കൂടെ ആ ബൗളിലേക്ക്, വെജിറ്റബിൾസ് ഇട്ട ബൗളിലേക്ക് ആഡ് ചെയ്യുക. പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ചൂട് പോയി കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ നീഡ് ചെയ്യുക. നല്ലോണം നീഡ് ചെയ്യണം. നീഡ് ചെയ്യണതിൻ്റെ എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് ഈ പൊട്ടാറ്റോ അതുപോലെ വെജീസ് എല്ലാം മിക്സ് ആവണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടി ഉണ്ടല്ലോ, അതും ഈ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ നീഡ് ചെയ്തെടുക്കുക. നീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ആ ബോളിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നമ്മളുടെ ആവശ്യത്തിന് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പരത്തി ഷേപ്പായി എടുക്കുക കേട്ടോ. ഇനി ഫൈനൽ സ്റ്റേജാണ്, നമുക്ക് കട്ട്ലേറ്റ് മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം ആദ്യം കട്ട്ലേറ്റ് എടുത്ത് മൈദയുടെ മാവിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കും. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളതൊന്ന് തട്ടിക്കളഞ്ഞിട്ട് അടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കും. അപ്പോൾ അതിങ്ങനെ ഒട്ടി വരാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ അത് മൈദ ആയതുകൊണ്ട് അതൊന്ന് ഒട്ടിപ്പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും സിമ്മിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുക. നല്ല രീതിയിലൊരു ബ്രൗൺ കളർ വരുന്ന വരെ ഒരു സൈഡ് ഫ്രൈ ചെയ്യുക. നെക്സ്റ്റ് സൈഡും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആൻഡ് ഒരു വെറൈറ്റി രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു for watching.